ഞാൻ ചില ചരിത്രപരമായിട്ടുള്ള ചില കാര്യങ്ങളിലൂടെ അതിലേക്ക് വരാം. പക്ഷേ അതായത് എയർബോൺ ലീഫ്ലെറ്റ് പ്രോപ്പഗാൻഡ എന്ന് നമ്മൾ അല്ലെങ്കിൽ എയർബോൺ ലീഫ്ലെറ്റ് ഡ്രോപ്പിംഗ് എന്ന് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അങ്ങനെ ഒരു പേജിലേക്ക് എത്തും വിക്കിപീഡിയയുടെ. അതിങ്ങനെയാണ്: എയർബോൺ ലീഫ്ലെറ്റ് ഡ്രോപ്പിംഗ് ഈസ് എ ടൈപ്പ് ഓഫ് പ്രോപ്പഗാൻഡ വെയർ ലീഫ്ലെറ്റ്സ് ഫ്ലയേഴ്സ് are scattered in the air, normally by firing cluster bombs that open in mid-air with thousands of leaflets. ഒരു പടമുണ്ട് ഇതിനകത്ത്, ഫോട്ടോ തന്നെ നമുക്ക് കാണാം. അതായത് ഈ ക്ലസ്റ്റർ ബോംബുകൾക്കകത്ത് ലീഫ്ലെറ്റുകൾ, കുറിപ്പുകൾ, പ്രിന്റ് ചെയ്തിരിക്കുന്ന കുറിപ്പുകൾ അതിനകത്ത് വെച്ചിട്ട് ബോംബിടുന്നത് പോലെ തന്നെ ഈ ലീഫ്ലെറ്റുകൾ പുറത്തേക്ക് ഇടുക. എന്ന് വെച്ചാൽ ബോംബുകളെ പോലെ തന്നെയും വ്യാജ വാർത്തകളും വലിയ ആയുധമാണ് യുദ്ധങ്ങളിൽ എന്ന് ലോകമഹായുദ്ധങ്ങൾക്ക് തന്നെ തൊട്ട് തന്നെ തെളിവുണ്ട്. ഇങ്ങനെ ഈ ബോംബുകൾക്കകത്ത് ഈ പേപ്പറുകൾ എഴുതി വെച്ചിട്ട് പ്രിൻ്റ് ചെയ്തിട്ടോ മറ്റോ ഈ ശത്രു രാജ്യങ്ങൾക്ക് മുകളിലേക്ക് വിതറുക, എന്നിട്ട് അതിനകത്ത് താഴെ പോകുക. ആദ്യഘട്ടങ്ങളിൽ ഇത് ഉപയോഗിച്ചിരുന്നത് 1870 ഫ്രാങ്കോ പ്രൂഷ്യൻ വാറിലാണ് ഇത് ആദ്യമായിട്ട് ഉപയോഗിച്ചത്. അതായത് വിമാനം വഴി ഇത്തരം ലീഫ്ലെറ്റുകൾ, കടലാസുകൾ താഴേക്കിടുക, ആളുകൾക്കിടയിൽ പരത്തുക എന്നത് ഉപയോഗിച്ചെന്നാണ് വിക്കിപീഡിയയിൽ കാണുന്നത്. അതെന്തായാലും ഞാൻ പറയുന്നത്, അപ്പോൾ ഇതിനകത്ത് ആദ്യകാലത്ത് പട്ടാളക്കാർക്കും നാട്ടുകാർക്കുമൊക്കെ താഴെയുള്ള ആളുകൾക്ക് വിവരങ്ങൾ കൈമാറാനായിട്ടായിരുന്നു ഈ പേപ്പർ ഉപയോഗിച്ചത്. പക്ഷേ പിന്നീട് സത്യങ്ങളെ അങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് കണ്ടപ്പോൾ വ്യാജത്തിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാൻ പോയി. ഇപ്പോൾ ഹർഷൻ ഒരു രാജ്യത്തിൻ്റെ പട്ടാളക്കാരൻ താഴെ നിൽക്കുകയാണ്, ഞാൻ മറ്റൊരു രാജ്യമാണ്. അപ്പോൾ ഞാൻ മുകളിൽ നിന്ന്, ശത്രു രാജ്യമാണ് ഹർഷൻ, ഞാൻ മുകളിൽ നിന്ന് ഹർഷൻ്റെ രാജ്യം പരാജയപ്പെട്ടിരിക്കുന്നു, ഞാൻ വീട്ടിൽ പോയിക്കോളൂ, നിൻ്റെ രാജ്യം നിന്നെ കൊല്ലാൻ വിട്ടുകൊടുത്തിരിക്കുകയാണെന്ന് പേപ്പർ അങ്ങ് എഴുതിയിട്ടാൽ, അല്ലെങ്കിൽ ഹർഷൻ്റെ രാജ്യത്തിൻ്റെ പേരിൽ തന്നെ ഇട്ടാൽ, അത് ആൾ പാനിക്കായിട്ട് യുദ്ധം നിർത്തിയിട്ട് അയാൾ വീട്ടിൽ പോവുകയോ തോറ്റു പോവുകയോ ചെയ്യും. അപ്പോൾ ഈ കള്ളങ്ങൾ ഇങ്ങനെ പരത്തുക. അതായത് ബ്രിട്ടനാണ് ഇത് രണ്ടാം ലോകമായുധ കാലത്തൊക്കെ വളരെ വ്യാപകമായിട്ട് ഏറ്റവും കൂടുതൽ 28 മില്യൺ ലീഫ്ലെറ്റോ മറ്റോ അവർ താഴേക്കിട്ടത്രേ. അതർത്ഥം എന്ന് വെച്ചാൽ മറ്റ് ശത്രു രാജ്യത്തിൻ്റെ ആളുകൾ നിങ്ങളുടെ രാജ്യം പരാജയപ്പെട്ടിരിക്കുന്നു, യുദ്ധമൊക്കെ തീർന്ന് വീട്ടിൽ പോയിക്കോ എന്ന് പറഞ്ഞാണ് താഴേക്കിടുന്നത്. അന്ന് ഈ സാങ്കേതിക സംവിധാനങ്ങളില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ചരിത്രപരമായിട്ട് തന്നെയും യുദ്ധവും കള്ളങ്ങളും എന്നത് വളരെ അടുത്ത് നിൽക്കുന്ന കാര്യങ്ങളാണ്. ബോംബുകളെപ്പോലെ കള്ളങ്ങളും ഈ യുദ്ധത്തിൽ ജയിക്കാൻ വേണ്ടിയിട്ട് വ്യാപകമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഒരു ബേസിക്കായുള്ള സംഗതി നമ്മൾ മാധ്യമങ്ങൾ മനസ്സിലാക്കണം, ഞാനും ഹർഷനും മനസ്സിലാക്കണം. എല്ലാവർക്കും തെറ്റുപറ്റും, നമുക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, ഇനിയും തെറ്റുപറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ അത് വ്യാപകമായിട്ട് ആ കാലത്ത് നിന്ന് മാറിയിട്ട് ഇതിപ്പോൾ ബോംബിൽ കൊണ്ടുവന്നിട്ട് താഴേക്ക് വിക്ഷേപിക്കുന്ന പേപ്പർ കള്ളങ്ങളുടെ കാലമല്ല. ഇത് അതിവേഗത്തിൽ പരക്കുന്ന, ഫോണുകളിലൂടെ അതിവേഗത്തിൽ പരക്കുന്ന സാങ്കേതിക സംവിധാനങ്ങളുടെ കാലമാണ്. അത്തരം വളരെ വേഗത്തിൽ ഈ വ്യാജങ്ങൾ പരക്കുന്നൊരു കാലമാണ്. അപ്പോൾ ഏത് വാർത്തയെയും സംശയത്തോടെ നോക്കുക എന്നത് നമ്മളുടെ മേൽ നിക്ഷിപ്തമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമാണ്. ഞാൻ പറയുന്നത് മാധ്യമപ്രവർത്തകർ എന്ന നിലക്ക് മാത്രമല്ല, സാധാരണ മനുഷ്യർ എന്ന നിലക്ക് ഒരു യുദ്ധ സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ, ഒരു സംഘർഷകാലത്തിലേക്ക് പോകുമ്പോൾ അങ്ങേയറ്റം സംയമനത്തോടു കൂടിയിട്ട്, ഏറ്റവും ജാഗ്രതയോട് കൂടിയിട്ട് വരുന്ന ഓരോ വാർത്തയെയും സംശയിക്കുക. അതിപ്പോൾ പാകിസ്ഥാനെതിരായിട്ടുള്ളതാണെങ്കിൽ പോലും, അല്ലെങ്കിൽ നമ്മളെ ബാധിക്കുന്ന കാര്യമാണെങ്കിൽ പോലും ആദ്യം സംശയിക്കുക, ആദ്യം ഡൗട്ട് ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.